2025 ഏഷ്യാകപ്പ് ഫൈനൽ ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ ഇന്ത്യയെ പാകിസ്ഥാന്റെ ബൗളിംഗ് നിര നന്നായി വിറപ്പിച്ചു. ടോപ്പ് ഓർഡർ പ്രതീക്ഷിച്ച നിലവാരം കാട്ടാതെ പോയപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ തോൽവി ഭയം നിറഞ്ഞു. ഗാലറികളിലെ ആരാധകരുടെ മുഖങ്ങളിലെല്ലാം ഈ വിഷാദം നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയൊരു കളിക്കാരനുണ്ട്. അവന്റെ പേരാണ് തിലക് വർമ്മ. ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇന്ത്യയെ വീര ജയത്തിലേക്ക് നയിച്ച തിലകിനെ അന്ന് വാഴ്ത്തിപ്പാടാത്തവർ ചുരുക്കമാണ്. ഇപ്പോൾ തിലക് വർമ്മയുടെ പേര് വീണ്ടും ചർച്ചകളിൽ നിറയുമ്പോൾ അദ്ദേഹത്തിന് ഹീറോ പരിവേഷമല്ല, മറിച്ച് ഒരു വില്ലൻ പരിവേഷമാണ് എല്ലാവരും നൽകുന്നത്. ഇന്ത്യയുടെ T20 ലോകകപ്പിലെ പോരാട്ടം സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുമ്പോൾ തിലക് വർമ്മ പ്ലേയിങ് 11-ൽ വേണോ വേണ്ടയോ എന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതിന് കാരണം അദ്ദേഹത്തിന്റെ പ്രഹരശേഷിയാണ്. ഇപ്പോൾ നിലവിൽ 3-ാം നമ്പറിലാണ് തിലക് ഇന്ത്യക്കായി കളിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 4 മത്സരങ്ങളിലും ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 മത്സരങ്ങളിലും 25 റൺസ് വീതവും 4-ാം മത്സരത്തിൽ 31 റൺസുമാണ് അദ്ദേഹം നേടിയത്. തിലക് വർമ്മയുടെ പ്രകടനം നോക്കുമ്പോൾ പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. ആദ്യത്തെ 4 മത്സരങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ശരാശരി പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത്. ടീം മാനേജ്മെന്റും ആരാധകരും പ്രതീക്ഷിച്ച ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എങ്കിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സൂപ്പർ 8 പോരാട്ടത്തിൽ തിലകിനെ ഇന്ത്യ പുറത്തിരുത്തേണ്ടതായിട്ടുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ തിലകിനെ ഇന്ത്യ പുറത്തിരുത്തി പകരം സഞ്ജു സാംസണെ കളിപ്പിക്കുക എന്നത് വളരെ സാഹസമാണ്. കാരണം 3-ാം നമ്പറിൽ തന്റെ റോൾ ഭംഗിയായി തന്നെ തിലക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. വലിയ സ്കോറിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. പക്ഷേ ടീമിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 4 മത്സരങ്ങളിലും തിലക് നൽകിയത് വലിയ സംഭാവന തന്നെയാണ്. കാരണം അത് എടുത്തു പറയാനുള്ള കാരണം ഇന്ത്യക്ക് മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പണിംഗ് കൂട്ടുകെട്ട്, അതിനുശേഷം വന്ന അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ ഓപ്പണിംഗ് കൂട്ടുകെട്ട്, ഇവരൊക്കെ ആയാലും മികച്ച തുടക്കം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 3 മത്സരത്തിലും അഭിഷേക് ശർമ്മ ഡെക്കായതിനെ തുടർന്ന് മികച്ച തുടക്കം പല മത്സരങ്ങളിലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നാലെ എത്തുന്നവർക്ക് സമ്മർദ്ദം ഏറാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഈ സമയത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമൊത്ത് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി ഒരു അടിത്തറ പാകാൻ എല്ലാ മത്സരങ്ങളിലും തിലക് വർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റോൾ ഒരു ആങ്കർ റോളാണ്. അതിൽ കൃത്യമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട കാര്യം ഈ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് മോശമാണെന്നാണ്. ഒരു 120 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ മത്സരത്തിന്റെ സമ്മർദ്ദ സാഹചര്യവും T20 ലോകകപ്പ് പോലൊരു ടൂർണമെന്റിലും ഇത്തരം ഒരു പ്രകടനം കളിക്കുന്നത് ബുദ്ധിപൂർവമായ നീക്കമായിട്ട് തന്നെ വിലയിരുത്താം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ റോളിലേക്ക് സഞ്ജു സാംസൺ വരികയും സഞ്ജു സാംസൺ ഇത്തരം ഒരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കരുതാനാവില്ല. കാരണം സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ശൈലി വളരെ ഡിഫറൻ്റ് ആണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ കടന്നാക്രമിച്ച് കളിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശൈലി. അത് മാറ്റാൻ സഞ്ജു തൽക്കാലം ഉദ്ദേശിക്കുന്നുണ്ടാകില്ല. പന്ത് നോക്കുന്നു, വലിച്ചടിക്കുന്നു എന്നുള്ള രീതി തന്നെയായിരിക്കും സഞ്ജു പിന്തുടരുക. അത് 3-ാം നമ്പറുകാരൻ ഒരിക്കലും ചേർന്ന റോളായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. സഞ്ജു ഓപ്പണിംഗ് റോളിലേക്ക് വരികയാണെങ്കിൽ അതിനെ ഒരു പരിധിവരെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും. കാരണം അഭിഷേക് ശർമ്മ മോശം ഫോമിൽ കളിക്കുന്ന സാഹചര്യത്തിൽ സഞ്ജു ഒരു അവസരം അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. തിലകിന്റെ 3-ാം നമ്പറിലെ ബാറ്റിംഗ് പ്രകടനത്തെ മോശമെന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഇപ്പം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരം നോക്കുക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ മുൻ കണക്കുകൾ നോക്കുമ്പോൾ അദ്ദേഹം 2 സെഞ്ചുറി അവരുടെ തട്ടകത്തിൽ പോയി നേടിയിട്ടുള്ള കളിക്കാരനാണ്. അപ്പോൾ വലിയ ആത്മവിശ്വാസം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സൂപ്പർ 8ൽ ഇറങ്ങുമ്പോഴും തിലകിനുണ്ടാകും. അദ്ദേഹത്തെ ഈ സാഹചര്യത്തിൽ പുറത്തിരുത്താൻ ടീം മാനേജ്മെന്റ് തയ്യാറാവുമെന്ന് നമുക്ക് കരുതാനാവില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ അതൊരു മണ്ടൻ തുഗ്ലക് തീരുമാനമായിട്ട് തന്നെ മാറാനാണ് സാധ്യത കൂടുതൽ. പിന്നെ സഞ്ജുവിന്റെ 3-ാം നമ്പറിലെ ശരാശരികൾ ഭേദപ്പെട്ടതാണ്. അതായത് IPL അദ്ദേഹത്തിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ 38-ന് മുകളിൽ ശരാശരിയും 140-ന് മുകളിൽ പ്രകടനശേഷിയും സഞ്ജുവിന് 3-ാം നമ്പറിൽ അവകാശപ്പെടാൻ സാധിക്കും. പക്ഷേ ആ സാഹചര്യമല്ല ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ. IPL വേറെ, ഇന്ത്യൻ ടീം വേറെ. അന്താരാഷ്ട്ര മത്സരത്തിന്റെ ഒരു സമ്മർദ്ദത്തിലേക്ക് വരുമ്പോഴത്തേക്കും, അത് പ്രത്യേകിച്ച് T20 ലോകകപ്പ് പോലെ സമ്മർദ്ദ വേദിയിൽ കളിക്കുമ്പോഴത്തേക്കും സഞ്ജുവിന് പെട്ടെന്ന് 3-ാം നമ്പറിലേക്ക് ബാറ്റിംഗ് പൊസിഷൻ മാറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ക്ലിക്കാകാൻ വളരെ പ്രയാസമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ തിലക് തുടരണം എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ പ്രമുഖരും വിലയിരുത്തുന്നത്. ഇപ്പോൾ പാകിസ്ഥാനെതിരെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനെതിരെ ഏഷ്യ കപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് കളി ജയിപ്പിച്ച ഒരു കളിക്കാരനാണ് തിലക് വർമ്മ. ഇത്തരം സമ്മർദ്ദ സാഹചര്യങ്ങൾ ഇനിയും സൂപ്പർ 8 പോരാട്ടങ്ങളിലൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം സൗത്ത് ആഫ്രിക്ക
കരുത്തുറ്റ നിരയാണ്. ഇന്ത്യയിൽ കളിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള നിരവധി താരങ്ങൾ അവർക്കൊപ്പം ഉണ്ട്. അതുകൊണ്ട് ശക്തമായ പോരാട്ടം അവർ കാഴ്ചവെച്ചേക്കും. അതിനെ ചെറുക്കാൻ തിലക് വർമ്മയെ പോലെ സാഹചര്യത്തിന് അനുസരിച്ച് ക്ലാസിക് ശൈലിയിൽ കളിക്കാനും അതിവേഗം റൺസ് ഉയർത്താനും സാധിക്കുന്ന താരങ്ങൾ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇത് മുന്നിൽ കണ്ട് തന്നെയാവും ഗൗതം ഗംഭീറും തീരുമാനമെടുക്കുക. പെട്ടെന്ന് ഒരു മാറ്റം എന്ന നിലയിലേക്ക് അദ്ദേഹം നിലവിൽ ചിന്തിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് പറയാം. മറ്റൊരു കാര്യം, അഭിഷേക് ശർമ്മ പ്ലേയിങ് ഇലവന് പുറത്തു പോകുമോ എന്നുള്ളതാണ്. അഭിഷേക് ശർമ്മനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചകളും ടീമിൽ നടന്നിട്ടില്ലെന്ന് ബൗളിംഗ് പരിശീലകനായ മോണി മോർക്കർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. യാതൊരുവിധ ചർച്ചകളും ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോഴും നെറ്റ്സിൽ ഇന്നലെ പരിശീലനം നടത്തിയത് ഇഷാൻ കിഷനും സഞ്ജു സാംസണും ചേർന്നാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിലേക്ക് എത്തിയേക്കും എന്ന് തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതിനാൽ അതൊന്നും ഉറപ്പിച്ച് പറയാനും സാധിക്കാത്ത കാര്യമാണ്. മറ്റൊരു മാറ്റം എന്തായാലും ബൗളിംഗ് നിരയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അർഷദീപ് സിംഗ് പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമോ അതോ പകരം കുൽദീപ് യാദവ് തിരിച്ചെത്തുമോ എന്നുള്ളതാണ് മറ്റൊരു കണ്ടറിയേണ്ട കാര്യം. കാരണം ഇന്ത്യ സ്പിൻ കരുത്ത് ഉയർത്തിയായിരിക്കും ചിലപ്പോൾ അഹമ്മദാബാദിൽ കളിക്കുക. അഹമ്മദാബാദ് നമുക്കറിയാം വലിയ പിച്ചാണ്, വലിയ ഗ്രൗണ്ടാണ്, ലോങ് സിക്സുകൾ ഉള്ള ഗ്രൗണ്ടാണ്. അവിടെ ബാറ്റിംഗ് നിരക്ക് വലിയ റോളുണ്ട്. അതിനെ മറികടക്കാൻ എന്ത് തന്ത്രമാവും ബൗളിങ്ങിൽ ഇന്ത്യ ഉപയോഗിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഗൗതം ഗംഭീറിന് മുകളിൽ വലിയ സമ്മർദ്ദം നിലവിലുണ്ട്. ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. സഞ്ജു, തിലക്, അഭിഷേക് ഈ 3 പേരിൽ ആരൊക്കെ എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും വലിയ ചോദ്യമായിട്ട് ഗംഭീറിന് മുന്നിലുണ്ടാകുക. ഇതിന് എന്താകും തീരുമാനം എടുക്കുക എന്നുള്ളത് ഗംഭീറിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്തായാലും തിലക് വർമ്മ പ്ലേയിങ് ഇലവനിൽ തുടരും എന്ന് തന്നെയാണ് കൂടുതൽ പ്രമുഖരും വിലയിരുത്തുന്നത്. അത് അങ്ങനെ തന്നെ ആകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.